നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാറുള്ള ഒരു വാക്കാണ് കർമ്മ എന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒടുവിൽ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളിലേക്ക് തന്നെ തിരികെ വരും എന്ന് പറയാറില്ലേ? ചിലപ്പോൾ അത് ചോദിക്കാതെയും പറയാതെയും ഒക്കെയാവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു കഥയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തെളിവുകൾ സഹിതം പുറത്തു വന്ന, കേൾക്കുമ്പോൾ ശരിക്കും നെഞ്ച് പിടയുന്ന, അതേസമയം ഒരു നിമിത്തം പോലെ തോന്നിക്കുന്ന, അതിശയിപ്പിക്കുന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. ഇതിനെ നിങ്ങൾക്ക് കർമ്മ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ നീതി എന്ന് പറയാം, അതല്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊടുത്ത ശിക്ഷ എന്നും കരുതാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. പക്ഷേ ഈ സംഭവം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികാരവും ആയുധബലവും കൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകൾക്ക് കാലം എവിടെയെങ്കിലും ഒരു കണക്ക് ബാക്കി വെക്കുന്നുണ്ടാകും. എന്താണ് ആ സംഭവം? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് ആദ്യം കുറച്ച് മാസങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഹിന്ദ് റജബ് എന്ന 6 വയസ്സുകാരിയായ ആ പലസ്തീനിയൻ പെൺകുട്ടിയുടെ മുഖം. ഗസയിലെ കൂട്ടക്കുരുതിക്കിടയിൽ ലോക മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ ഉലച്ച ഒരു സംഭവമായിരുന്നു അത്. 2024 ജനുവരിയിൽ ഗസ സിറ്റിയിലെ ടെൽ അൽ ഹവ എന്ന സ്ഥലത്ത് വെച്ചാണ് ആ ക്രൂരത നടക്കുന്നത്. ഇസ്രയേലിൻ്റെ ടാങ്കുകളും സൈന്യവും ആ പ്രദേശത്തേക്ക് ഇരച്ചു കയറുന്ന സമയം. ഭയന്നു വിറച്ച ഹിന്ദും അവളുടെ കുടുംബവും ഒരു കാറിലാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ആ വണ്ടിക്ക് നേരെ ഇസ്രയേലി സൈന്യം ക്രൂരമായി വെടിയുയർത്തു. ഹിന്ദിൻ്റെ കൺമുന്നിൽ വെച്ചാണ് അവളുടെ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും ബന്ധുക്കളും ചോരയിൽ വാർന്ന് മരിച്ചു വീണത്. ആ മൃതദേഹങ്ങൾക്കിടയിൽ ചോരക്കനാലായി മാറിയ ആ കാറിനുള്ളിൽ 6 വയസ്സുകാരിയായ ആ കുഞ്ഞു മാത്രം ജീവനോടെ ബാക്കിയായി. ചുറ്റും ഇസ്രയേലി ടാങ്കുകൾ വളഞ്ഞിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ കഴിയില്ല. ആ സമയത്ത് അവൾ പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ആ ഫോൺ കോളിന്റെ ഓഡിയോ റെക്കോർഡിങ്ങുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ലോകത്ത് അത് കേട്ട ഒരാളുടെയും കണ്ണ് നിറയാതിരുന്നിട്ടില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ, എനിക്ക് പേടിയാവുന്നു. ഇസ്രയേലി ടാങ്കുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും മരിച്ചു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് കരയുകയായിരുന്നു. മണിക്കൂറുകളോളം അവൾ ആ ഫോണിൽ സംസാരിച്ചു. ഒടുവിൽ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എന്നെ രക്ഷിക്കാൻ ആരും വരില്ലേ എന്ന് ചോദിച്ച് ആ ശബ്ദം പതുക്കെ നിലച്ചു. കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രയേലി സൈന്യത്തിൻ്റെ മുൻകൂർ അനുമതിയോടെ അങ്ങോട്ട് പുറപ്പെട്ട ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. അതിൽ 2 പാരാമെഡിക് ജീവനക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ ആ ആംബുലൻസ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ഇസ്രയേൽ സൈന്യം അതിനെ ബോംബിട്ട് തകർത്തു. ആ ജീവനക്കാരെയും കൊന്നുകളഞ്ഞു. 2 ദിവസത്തോളമാണ് ആ കുഞ്ഞ് ആ വണ്ടിക്കകത്ത് വിശപ്പും ദാഹവും ഭയവുമായി മരണത്തോട് പൊരുതി കിടന്നത്. ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയപ്പോഴാണ് ഹിന്ദിൻ്റെയും അവളുടെ കുടുംബത്തിൻ്റെയും ആംബുലൻസ് ജീവനക്കാരുടെയും ജീവനറ്റ ശരീരങ്ങൾ കണ്ടെത്തുന്നത്. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. അമേരിക്കയും ഇസ്രയേലും ഒക്കെ ചേർന്ന് ഇത് സാധാരണ ഒരു യുദ്ധത്തിനിടയിലെ അനിഷ്ട സംഭവം മാത്രമായി ഒതുക്കാൻ നോക്കി. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ചില മനുഷ്യാവകാശ സംഘടനകളും ഫോറൻസിക് വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചേർന്ന് ഇതിനെക്കുറിച്ച് ഒരു സംയുക്ത അന്വേഷണം നടത്തി. ഉപഗ്രഹ ചിത്രങ്ങളും വണ്ടിയിൽ പതിച്ച വെടിയുണ്ടകളുടെ ഫോറൻസിക് പരിശോധനയും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ അവർ ശേഖരിച്ചു. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നത്. അന്ന് ആ കുഞ്ഞിനെയും കുടുംബത്തെയും ക്രൂരമായി വെടിവെച്ചു കൊന്നതിനും രക്ഷിക്കാൻ വന്ന ആംബുലൻസ് തകർത്തതിനും പിന്നിൽ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ 401ാമത് ആംഡ് ബ്രിഗേഡിന് കീഴിലുള്ള 52ാം ബറ്റാലിയൻ ആയിരുന്നു. ഈ ബറ്റാലിയന് കീഴിലുള്ള ഒരു പ്രത്യേക കമ്പനിയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം മുഴുവൻ നടന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഈ 52ാം ബറ്റാലിയനിലെ കമാൻഡർമാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ യുദ്ധക്കുറ്റത്തിന് മനുഷ്യാവകാശ സംഘടനകൾ പരാതി നൽകി. വലിയ തെളിവുകൾ ഉണ്ടായിട്ടും അധികാരത്തിൻ്റെ ശക്തിയിൽ ആ സൈനികരും കമാൻഡർമാരും ഒരു പരിക്കുമേൽക്കാതെ നിയമത്തിന് മുന്നിൽ വരാതെ രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു. കേസ് അവിടെ ഫയലുകളിൽ ഒതുങ്ങി. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. മനുഷ്യൻ എഴുതിത്തള്ളുന്ന കണക്കുകൾ പ്രകൃതി എഴുതിത്തള്ളാറില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഗസയിലെ ഈ ഓപ്പറേഷനുകൾക്ക് ശേഷം ഇതേ 52ാം ബറ്റാലിയനെ ഇസ്രയേൽ വടക്കൻ അതിർത്തിയിലേക്ക്, അതായത് തെക്കൻ ലെബനനിലേക്ക് യുദ്ധത്തിനായി നിയോഗിച്ചു.
ഹിസ്ബുള്ളയ്ക്കെതിരെ ഓപ്പറേഷൻ നടത്താനായിരുന്നു ഇവരെ അയച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ തെക്കൻ ലെബനനിലെ ക്ലാർ ഡിബറ്റ് എന്ന പ്രദേശത്തുകൂടി ഈ ബറ്റാലിയനിലെ കമാൻഡർമാർ സഞ്ചരിച്ച മെർക്കാവ 4 എന്ന അത്യാധുനിക ടാങ്ക് കടന്നു പോവുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ടാങ്ക് എന്നാണ് ഇസ്രയേൽ മെർക്കാവയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് ഹിസ്ബുള്ളയുടെ അതിശക്തമായ ഒരു ഒളിപ്പോരാക്രമണം അവർക്ക് നേരിടേണ്ടി വന്നു. സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ചാണോ അതോ മറ്റേതെങ്കിലും അത്യാധുനിക ആന്റി ടാങ്ക് മിസൈൽ കൊണ്ടാണോ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പോലും IDFന് കഴിഞ്ഞിട്ടില്ല. ആ ടാങ്ക് ആകെ തകർന്ന് തരിപ്പണമായി. അതിനകത്തുണ്ടായിരുന്ന കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ ഡോർ ബെഷ് ഷിംചോൻ ഉൾപ്പെടെ 4 ഇസ്രയേലി ഉന്നത സൈനികരാണ് ആ സ്പോട്ടിൽ തന്നെ വെന്ത് മരണപ്പെട്ടത്. ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് വെച്ചാൽ അന്ന് 6 വയസ്സുകാരിയായ ഹിന്ദ് റജബ് എന്ന കുഞ്ഞ് വണ്ടിക്കകത്ത് കുടുങ്ങി സഹായം കിട്ടാതെ 2 ദിവസം കിടന്നതുപോലെ തന്നെ ഈ ആക്രമണം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഇസ്രയേൽ സൈന്യത്തിന് ആ തകർന്ന ടാങ്ക് കണ്ടെത്താനും അതിനകത്ത് ഇവരുടെ മൃതദേഹങ്ങൾ കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കാനും സാധിച്ചത്. അതായത് അന്ന് ആ കുഞ്ഞിനെ ആരും രക്ഷിക്കാനില്ലാതെ 2 ദിവസം മരണത്തിലേക്ക് തള്ളിവിട്ട അതേ ബറ്റാലിയനിലെ ആളുകൾ 2 ദിവസത്തോളം ആ ടാങ്കിനുള്ളിൽ ആരും അറിയാതെ വെന്തുരുകി കിടക്കേണ്ടി വന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തെളിവുകൾ സഹിതം ഈ വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് ലോകം ഈ വലിയ കാവ്യനീതി തിരിച്ചറിഞ്ഞത്. തീർച്ചയായും യുദ്ധത്തിൽ ദിവസവും 2 വശത്തും ആളുകൾ മരിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഒട്ടനവധി സൈനികർ ലെബനനിലും ഗസയിലുമായി ഓരോ ദിവസവും കൊല്ലപ്പെടുന്നുണ്ട്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ പലപ്പോഴും ഇസ്രയേൽ പുറത്ത് വിടാറുമില്ല. പക്ഷേ കൃത്യമായി ഹിന്ദ് റജബിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ അതേ ബറ്റാലിയന് തന്നെ അതേ രീതിയിലുള്ള ഒരു അന്ത്യം വന്നെത്തി എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. മനുഷ്യൻ നിർമ്മിച്ച കോടതികളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില കോടതികളുണ്ട്. അവിടെ വിധി വരുന്നത് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ആഴ്ച ഗസയിലെ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാൻ പ്രാർത്ഥിച്ച ഒരു ഇന്ത്യൻ പിതാവിൻ്റെ മകൻ അമേരിക്കയിലെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതാ ഈ ഒരു വാർത്തയും വരുന്നത്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത് കേവലം ഒരു യാദർശികത മാത്രമാണോ അതോ ക്രൂരതയ്ക്ക് കാലം കരുതി വെച്ച ശിക്ഷയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.